വീണ്ടും കാണുക എന്നൊന്നുണ്ടാവില്ല. ഞാൻ മരിച്ചതായി നീയും, നീ മരിച്ചതായി ഞാനും കണക്കാക്കുക. ചുംബിച്ച ചുണ്ടുകൾക്ക് വിട നൽകുക. ലോലയിലെ ഈ വരികൾ എഴുതിയാൽ ഒരിക്കലും ഉണരാത്ത നിദ്രയിലേക്ക് മടങ്ങിയിട്ട് ഇന്ന് 35 വർഷങ്ങൾ തികയുന്നു. മലയാള സിനിമയുടെ ആകാശത്ത് ഒരു മിന്നൽ പിണർ പോലെ വന്ന് മാന്ത്രികത ബാക്കിയാക്കി കടന്നുപോയ പി പത്മരാജൻ എന്ന ഗന്ധർവന്റെ ഓർമ്മ പുതുക്കുകയാണ് നമ്മളിന്ന്. 1991 ജാനുവരി 24 കോഴിക്കോട്ടെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് തൻ്റെ 45-ാം വയസ്സിൽ അദ്ദേഹം യാത്രയായി. ഞാൻ ഗന്ധർവൻ എന്ന സിനിമയുടെ റിലീസിന് തൊട്ടു പിന്നാലെയായിരുന്നു ആ വിയോഗം. പത്മരാജൻ എന്ന പേര് കേൾക്കുമ്പോൾ മലയാളിയുടെ ഉള്ളിൽ ഇന്നും ഒരു മഴ പെയ്യും. വികാരങ്ങളുടെ ഋതുഭേദങ്ങളെ ഇത്രയേറെ ആഴത്തിൽ തൊട്ടറിഞ്ഞ മറ്റൊരു സംവിധായകൻ മലയാളത്തിലില്ല. അദ്ദേഹം വിടവാങ്ങി 3.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പത്മരാജൻ സിനിമകൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ട്? ജയകൃഷ്ണനും ക്ലാരയും സോളമനും സോഫിയും ഇന്നും നമ്മുടെ പ്രണയ സങ്കല്പങ്ങളായി തുടരുന്നു. കാലത്തിന് മുൻപേ സഞ്ചരിച്ച തിരക്കഥകളും മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളും പത്മരാജൻ ചിത്രങ്ങളെ എവർഗ്രീൻ ക്ലാസിക്കുകളാക്കി മാറ്റി. പത്മരാജൻ സിനിമകൾ വെറും ദൃശ്യങ്ങളല്ല, അവ അനുഭവങ്ങളാണ്. തൃശ്ശൂരിലെ മഴയും മുന്തിരിത്തോപ്പുകളിലെ മഞ്ഞും കാൽപ്പനികമായ ആ സംഭാഷണങ്ങളും ഇന്നും മലയാളിയെ വേട്ടയാടുന്നു. ഞാൻ ഗന്ധർവൻ സിനിമയിൽ പറഞ്ഞതുപോലെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു ഗന്ധർവൻ തന്നെയായിരുന്നു അദ്ദേഹം. ഭൗതികമായി അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ലെങ്കിലും തൻ്റെ 36 തിരക്കഥകളിലൂടെയും 18 സിനിമകളിലൂടെയും പത്മരാജൻ ഇന്നും ജീവിക്കുന്നു. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ആ ഗന്ധർവ സാന്നിധ്യം ഇവിടെയുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ പത്മരാജൻ ചിത്രം ഏതാണ്?